ഹായ് കൂട്ടുകാരെ, ഈ അടുത്ത കേക്കിന്റെ റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ക്രിസ്മസ് അടുത്ത് വരികയാണല്ലോ. ആദ്യ കാലത്തൊന്നും എനിക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. പലരും ഞാൻ ചോദിച്ച കേക്ക് പഠിപ്പിക്കാവോ ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അന്നൊന്നും നമുക്ക് യൂട്യൂബ് ഒന്നും കാണാനുള്ള ഇതില്ല, അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും നമ്മൾ കാണത്തുമില്ലായിരുന്നു. അപ്പം പിന്നാണ് നമ്മളങ്ങനെ കണ്ടത്. പിന്നെ അങ്ങനെ എനിക്ക് ചാസം എന്ന് പറയുന്ന ഒരു അയൽക്കൂട്ടമുണ്ട്. അയൽക്കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ തന്നെ ഒരു സംഘമാണ്. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതിൻ്റെ ഇത് പറയും. അപ്പോൾ അതിനകത്ത് ബേക്കിംഗ് പഠിപ്പിച്ച് ഞങ്ങളെ ഒരു 6 മാസത്തോളം പഠിപ്പിച്ചു. എല്ലാ റെസിപ്പികളും പഠിച്ചു. അപ്പോൾ അതിനകത്ത് ടീച്ചർ വന്ന് കുറേ 10-20 പേരുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടാണ് ഞങ്ങൾ ബേക്കിംഗ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത്. അപ്പോഴും തൊട്ടാണ് ഞാൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ. പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കൊറോണ സമയത്താണ് ഞാൻ ഇങ്ങനെ കേക്ക് എന്നെ ഉണ്ടാക്കിയാൽ എന്താണെന്നൊരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ റീനാസ് കലോറ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള പുള്ളിക്കാരി ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓൺലൈൻ വഴി 1 മാസത്തോളം കേക്കിൻ്റെ റെസിപ്പികൾ പഠിച്ചു കേട്ടോ. പലതരം കേക്കുകളുടെ റെസിപ്പികളെ, ബിരിയാണികളെ, ഒത്തിരി ഓരോ ഐറ്റങ്ങൾ ഞാൻ പഠിച്ചു കേട്ടോ. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് എല്ലാം പഠിച്ചു. അപ്പം പീസ് കൊടുത്താണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഞാൻ പഠിച്ച സമയത്ത് കേക്ക് ബേക്ക് ചെയ്തു. ഇങ്ങനെ ഞാൻ ബിസിനസ് ചെയ്തു കേട്ടോ. ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ട് നമ്മൾ. പക്ഷെ കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ രാത്രിയൊക്കെ ഉറക്കളച്ചും ഒക്കെയാണ് കഷ്ടപ്പാടുകളിൽ കൂടിയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളൊന്ന് ശ്രമിച്ച രീതിയിൽ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ കേക്ക് എൻ്റെ കൂട്ടുകാരി ഞാനും കൂടെയാണ് ഉണ്ടാക്കിയത്. ആദ്യമേ ഞങ്ങൾ ഉണ്ടാക്കിയത് ഓവനിൽ വെച്ച് ഉണ്ടാക്കിയപ്പോൾ മൊത്തം കരിഞ്ഞു പോയി. കൂട്ടുകാരിക്ക് നല്ലോണം കേക്ക് ഉണ്ടാക്കാമായിരുന്നു, അറിയാമായിരുന്നു. അവൾ പറഞ്ഞു തന്നു. പക്ഷെ ഞങ്ങൾ ഓവനിൽ വെച്ചത് സമയം തെറ്റിപ്പോയി, കരിഞ്ഞുപോയി. പിന്നെയും ഞാൻ ശ്രമിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് എന്തിനോടല്ലെങ്കിൽ താല്പര്യം വരുവാണെങ്കിൽ നമുക്കിതൊക്കെ ശ്രമിക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പം പറഞ്ഞു വന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടം പോലെ കേക്കിന്റെ റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത്. അപ്പൊ അടുത്ത പ്ലം കേക്കിന്റെ റെസിപ്പി വരുന്നുണ്ട്. തിങ്കളാഴ്ച വരുന്ന നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ളൊരു പ്ലം കേക്കിന്റെ റെസിപ്പി. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.